ഹലോ ഫ്രണ്ട്സ്, വെള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ അത് നല്ല നേരം വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റിട്ട് എനിക്കാന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കഴിയില്ല കേട്ടോ. അത്ര നേരം വെളുത്തിരിക്കണു. 6 മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് നീപ്പിക്കണം കേട്ടോ. ഏട്ടൻ നല്ല മടി പിടിച്ച് കിടക്കുകയാണ്, നീക്കണോ ചോദിച്ചിട്ട് വീണ്ടും എൻ്റെ മടിയിൽ വന്ന് കിടക്കണം. എനിക്കാണെന്ന് കോട്ടുവായിട്ടിട്ടാച്ച് മതിയാവണമില്ല. തീരെ വെയിലിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണല്ലോ ഇപ്പോൾ. ആ വെയിൽ കൊള്ളണതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ടുണ്ട്. ഏട്ടനും ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് പിന്നെ ഏട്ടൻ വെള്ളം എടുത്തായെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ എടുത്തോട്ട് വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ്. നീക്കണമൊന്നും ഇല്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീപ്പിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഏട്ടനങ്ങനെ ഓരോന്ന് കാണിക്കണം. എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ തീയൊക്കെ കത്തിച്ചു. ചോറിന് വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ഇന്നും നമ്മൾ 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടില്ലേ, നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് നമ്മുടെ പണികളൊക്കെ നോക്കാറുണ്ട്. നിങ്ങൾക്ക് വെളിച്ചം കാണുമ്പോഴേ മനസ്സിലാവും. നല്ല നേരം വൈകിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ 2 പേർക്കും ചോറ് കൊണ്ടുപോകണം, രാവിലത്തെ കഴിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം വൈകും. അപ്പോൾ എഴുന്നേറ്റിന് വേഗം തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ വെക്കുന്നത് റേഷനരിയാണ്. എന്നാലും വേഗമാവും. എന്നാലും ഒട്ടും സമയമില്ല നമുക്ക്. അത് മാത്രമല്ലല്ലോ, വേറെ പണികളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ വേഗം തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. നമ്മുടെ അമ്മയ്ക്ക് രാവിലെ എഴുന്നേറ്റതൊന്നും മുറ്റടിക്കാൻ സാധിക്കില്ല. ഇടുപ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എഴുന്നേറ്റ് വന്ന ഉടനെ മുറ്റടിക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ചോറിന് തീയൊക്കെ കത്തിച്ച് പച്ചക്കറിയൊക്കെ നുറുക്കുമ്പോഴേക്കും ഞാൻ വേഗം മുറ്റടിച്ചിടാം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. എൻ്റെ ഏട്ടൻ അങ്ങനത്തെ മടിയൊന്നും ഇല്ല കേട്ടോ. എന്ത് പണി ചെയ്യാൻ ആൾ സെറ്റാണ്. തിരുമ്പാനും തുടയ്ക്കാനും അടിക്കാനൊക്കെ ആയാലും നമ്മൾ ചെയ്തില്ലെങ്കിൽ ആൾ കണ്ടറിഞ്ഞ് ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിലെ ആൾക്കാരില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഏട്ടൻ കോഴിക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ നാളെ ഉണ്ടായത് ഇതാണ്, ഇപ്പുറത്തേന്നൊക്കെ പറയുന്നുണ്ട്. കാശിക്കുട്ടനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛന്. അപ്പോൾ ഏട്ടൻ കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി. നമ്മുടെ അടുത്ത് സമയം കുറച്ചേ ഉള്ളൂ. എന്നാലും നമ്മൾ പറ്റണ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്തു വെച്ചിട്ട് പോകണമല്ലോ. അമ്മയ്ക്ക് വെച്ചാൽ തീരെ വയ്യാട്ടോ. വിഷുവിൻ്റെ അന്ന് നമുക്ക് ലീവൊന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക്. എന്നാലും നമ്മൾ പോയി വന്നതിന് ശേഷം വൈകുന്നേരത്ത് നമ്മൾ വീട്ടിലേക്കൊക്കെ പോയിട്ടോ. വീട്ടിലേക്ക് പോകാതിരുന്നൊരു സമാധാനക്കേടാണ് നമുക്ക്. അപ്പോൾ ഞാൻ വീട്ടിലേക്കൊക്കെ പോയി. പിന്നെ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാനൊരു 4 ദിവസം നിന്നിട്ട് വരെ ഏട്ടാ. ആദ്യമൊന്നും ഏട്ടാ സമ്മതിച്ചൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് സ്കൂളൊക്കെ പൂട്ടി തരുന്നെങ്കിൽ ഒരു 4 ദിവസം നിന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ആയിരുന്നു കേട്ടോ. ഏട്ടനും അമ്മയും മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 പേര് മാത്രമായാലും വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. ഏട്ടൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. പിന്നെ ഏട്ടൻ വീഡിയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ വരണ വരെ കാത്തിരിക്കുന്നു വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഇന്നലെ നമ്മൾ മാവ് അരച്ചില്ല കേട്ടോ. ഇന്നലെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മാവാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ദോശയാണ് ഇഷ്ടം. എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കണ്ണൻ. അമ്മ കുറച്ച് മാവ് എടുത്ത് വെക്കി കേട്ടോ, ദോശ ഉണ്ടാക്കാൻ എന്നോട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കണ്ണാ അച്ഛമ്മയ്ക്ക് തീരെ വയ്യ, ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ, നമുക്ക് ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അമ്മ പയറും കായൊക്കെ എനിക്ക് മുറിച്ച് വെച്ചായതുകൊണ്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ രാത്രി തന്നെ മുറിച്ച് വെച്ച് തന്നായിരുന്നു കേട്ടോ. അത് ഇനി ഉപ്പേരിക്ക് അടുപ്പത്ത് വെക്കണം. അച്ഛമ്മയും മകനും കൂടി ഇരുന്ന് കഥയൊക്കെ ഇരുന്ന് പറയുകയാണ് കേട്ടോ. അച്ഛമ്മയുടെ പെറ്റാണ് നമ്മുടെ കാശിക്കുട്ടൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന അമ്മയായിട്ട് അവർ നല്ല ബോണ്ടാട്ടോ അവർ തമ്മിൽ. ഉപ്പേരിക്ക് അമ്മ രാത്രി തന്നെ അറിഞ്ഞു തന്നോണ്ടേ നമ്മൾക്ക് കുറേ രക്ഷപ്പെട്ടു. നേരം എന്തായാലും അത് നമ്മൾ രക്ഷപ്പെട്ടു എന്തായാലും ആ കാര്യത്തിൽ. അപ്പോഴേക്കും ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് അപ്പോഴേക്കും ഇനി ഉപ്പേരി അടുപ്പത്ത് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പച്ചമുളക് അപ്പോൾ നമ്മളെ കണ്ണൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് നീക്കാൻ വേണ്ടിയിട്ട്. കുറേ വിളിച്ചു ഏട്ടൻ, നീക്കി പോകുമ്പോഴേക്കും പല്ലൊക്കെ തേപ്പിച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ അച്ഛമ്മ പറഞ്ഞ മക്കളെ ഈ കളിക്കാൻ പോയിട്ടേ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, കളി സ്കൂളിലല്ലോ. അപ്പോൾ കണ്ണാ എന്നൊന്നും പറഞ്ഞ് നീക്കില്ല. അപ്പോൾ ഞാൻ അവനെ കിക്കിലൊക്കെ പെടുത്തി നീപ്പിക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നീക്കണില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പേരി അടുപ്പത്ത് അവനങ്ങനെ നീപ്പിച്ച് വന്ന് നമ്മളങ്ങനെ ഉപ്പേരി അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിയും പച്ചമുളകൊക്കെ എണ്ണ ചൂടാവാനുള്ള വെയിറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞ് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞത് അത് അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുകൊക്കെ അപ്പം നമുക്ക് പൊട്ടി വരണുണ്ട്. ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടു. കായും പയറും ഉപ്പേരി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കായും പയറും അതൊക്കെ അടുപ്പത്തേക്ക് ഇട്ടു. വിഷുവൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട്
നമ്മൾ ഒരുപാട് പേര് വിഷ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പറ്റണ പോലെ എല്ലാവർക്കും കമൻറ്റിന് റിപ്ലൈ ഒക്കെ നമ്മൾ കൊടുത്തായിരുന്നു. ഇനിയും കൊടുക്കാത്ത ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. ഒന്നാമത് എനിക്ക് ലീവേ കിട്ടിയിട്ടില്ല, വിഷു ആയിട്ടും വിഷു കഴിഞ്ഞിട്ടും ഒന്നും ലീവൊന്നും കിട്ടിയിട്ടില്ല. എന്നും പണി തന്നെ പണി. അപ്പോൾ നമുക്ക് റെയിൽവേയിൽ എന്നും വണ്ടി ഓടുമല്ലോ, തീവണ്ടി ഓടും. അതുകൊണ്ട് നമുക്ക് വിഷു, തിരുവാതിര, ഓണം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് എന്നും പണിയുണ്ട്, എന്നും പണിക്ക് പോവുക. അത്യാവശ്യങ്ങൾക്ക് മാത്രമൊക്കെ ലീവ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കൂ, അത്യാവശ്യം കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടില്ല ചില കമൻസിനൊന്നും. അപ്പോൾ ആൾക്കാർക്ക് ആർക്കും ദേഷ്യം തോന്നരുത് കേട്ടോ. നമ്മുടെ ഫാമിലിയുള്ള ആർക്കും ദേഷ്യം തോന്നരുത്. നമ്മൾ വൈകിട്ട് ടൈമിൽ റിപ്ലൈ ഒക്കെ എല്ലാവർക്കും കൊടുക്കും. അതൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞ് ഏട്ടൻ നേരെ തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഡ്ഡലി വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതിന് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തേങ്ങയ്ക്ക് ഏട്ടൻ ചിരകി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി തണുപ്പിക്കാൻ ഫാൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നത്. ആ പണി കഴിഞ്ഞ് നേരെ ഏട്ടൻ പോയി ചെടി നനയ്ക്കാനാട്ടോ. നമ്മുടെ ചെടികളൊക്കെ നല്ല വെയിലല്ലേ, വാടിയിട്ടാട്ടോ നിൽക്കണത്. എന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, എന്നിട്ടും ചെടികൾക്ക് ഭയങ്കര വാട്ടാണ് കേട്ടോ. വെയിൽ അമ്മാതിരി വെയിലല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഏട്ടൻ ചെടികൾക്ക് പയറും ചെടികളും കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെള്ളമൊക്കെ നനച്ച് കൊടുത്തു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് കണ്ടിട്ട് പറയുന്നത് ഏതാ സ്ഥലം, നല്ല സ്ഥലമാണ്, നല്ല വീട് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് രസമായിരിക്കും കേട്ടോ, ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ. നമ്മളെ കാണുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മുടെ കുട്ടൂന് രാവിലെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നടന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പാടത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവൻ എന്താ ആലോചിക്കണനാവോ, അങ്ങനെ ആലോചിച്ചിരിക്കും. നമ്മുടെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് കേട്ടോ. ഏട്ടൻ്റെ ഒരു അനിയൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ താത്തക്കുട്ടീനെ. നമ്മുടെ കാശിക്കുട്ടനെ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ കുട്ടൂനൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെ കേട്ടോ. അത് കണ്ടിട്ട് ഏട്ടൻ്റെ ഒരു അനിയൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്, നമ്മുടെ കാശിക്കുട്ടനെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ കാശിക്കുട്ടൻ ഇഡലി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തട്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ ചൂടാറാനൊക്കെ വെച്ചു. അപ്പോൾ കേട്ട പറഞ്ഞു തുണികളൊക്കെ ഞാൻ അലക്കിയിടാട്ടോ, നീ വിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വേഗം കുളിക്കാൻ പോയിട്ടോ. അപ്പോൾ ഏട്ടൻ തുണികളൊക്കെ നിന്ന് അലക്കണുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണനാണ് വീഡിയോഗ്രാഫറായിട്ട് അവിടെ നിൽക്കുന്നത്. കാശിക്കുട്ടൻ ഇഡലിയൊക്കെ പിടിച്ച് നമ്മൾ അപ്പുറത്തെ പുറകിൽ തൊടിയുന്നുണ്ട്. നമ്മുടെ തൊടിയല്ല കേട്ടോ, വേറെ ഒരാളുടെ തൊടിയാണ്. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് ചോദിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തൊട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഒരു പറങ്കി മരം അതിൽ തൊട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഇരുന്ന് ആടിയിട്ടൊക്കെയാണ് നമ്മുടെ കാശിക്കുട്ടൻ ഫുഡൊക്കെ കഴിക്കുന്നത്. ആ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് നമ്മളങ്ങനെ നമ്മുടെ ഭഗവാനെ വിളക്കൊക്കെ കൊളുത്തിയിട്ടോ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് ഭഗവാനോട് നന്ന പോലെ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനത്തെ ദിവസം എങ്ങനെയെന്ന് അറിയില്ലല്ലോ, നാളെ മറ്റന്നൊക്കെ നല്ലതായിരിക്കണം, അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അവിടെ നിന്ന് നമ്മൾ തൊഴുതു വന്നു കേട്ടോ. ഇനി അടുത്ത ഓരോന്നും ചെയ്യണമെങ്കിൽ നമുക്ക് പോകാൻ സമയങ്ങൾ കുറച്ച് പരിധി കമ്മിയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ ദിവസം തോറും നമ്മൾ ഓരോ വീഡിയോസ് കേൾക്കല്ലേ, ടെറസ് വീട്ടിലും ഓട് വീട്ടിലും ഒക്കെ പാമ്പ് കയറിയെന്നൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറാൻ വലിയ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഏട്ടനെ ഓരോ പേടിയായിട്ട് സാധനങ്ങളൊക്കെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് അപ്പുറത്തെ തൊടിയെടുക്കുക അടിച്ചു വാരി കത്തിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഭയങ്കര പേടി പിടിച്ചേക്കണം ഏട്ടനെ. അപ്പം ഞാനങ്ങനെ ഏട്ടൻ തുണികളൊക്കെ അവിടെ കൊടുന്ന് വെച്ചായിരുന്നു. ഞാനങ്ങനെ തുണികളൊക്കെ തോരിയിടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കൂട്ട് ഓടി വന്ന് ഏട്ടൻ്റെ നിൽക്കുകയാണ് കേട്ടോ. അവനെ നമ്മളെ എല്ലാവരുമായിട്ട് ഭയങ്കര കാര്യമാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര കാര്യമാണ്. ഞാനൊരു 4-5 ദിവസം വീട്ടിൽ പോയി ഞാനും കുട്ടികളൊക്കെ വരുമ്പോൾ എന്തായിരുന്നു അവൻ്റെ സന്തോഷിച്ചിട്ടാണ്. അതുപോലെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മൾ നാൽക്കാലികൾ ഇരുകാലികളൊക്കെ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ നല്ലത്. മനുഷ്യന്മാരെ സ്നേഹിക്കാനൊക്കെ അതൊക്കെ പറയുന്നതൊക്കെ വളരെ ശരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഏട്ടനെ എനിക്കുള്ള ഫുഡൊക്കെ നിറച്ച് പോകാനുള്ള തിരക്കിലാണ്. മുടിയൊന്നും കെട്ടിയിട്ടില്ല. മുടിയൊക്കെ കെട്ടുന്നതിന് മുന്നേ നമ്മളൊന്ന് ചോറ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറൊക്കെ നിറച്ചു, ഉപ്പേരിയും ചോറും എല്ലാം നിറച്ച് സെറ്റാക്കി വെച്ച് എന്നിട്ട് വേണം ഇനി നമുക്ക് പുറപ്പെടാൻ പോവാം കേട്ടോ. ഫുഡൊക്കെ നിറച്ച് നമ്മൾ വേഗം ബാഗൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇനി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഏട്ടനും പണിക്ക് വേണം, എനിക്ക് വേണം, അതിൻ്റെ വേഗം തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
കൂട്ടത്തിലെ ബെല്ലൈക്കനൊന്ന് അമർത്തണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.